എന്ന് ആത്മാർത്ഥമായി എനിക്ക് ബോധ്യപ്പെട്ടു നീരിക്കുക. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് പിഴവ് പറ്റി എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനൊരു സത്യസന്ധനായ പണ്ഡിതനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെന്താ? നിങ്ങളോട് ആരോടും പറയാതെ പെട്ടിയും കഴുത്തിലിട്ട് തലയിൽ വെച്ച് ഒറ്റ മുങ്ങല്, അതാണോ മതം? നേരെ മറിച്ച് ഞാനിപ്പോ ഒരു പള്ളിയിലെ ഖത്തീബാണ്, ഞാനൊരു പള്ളിയിലെ ഖത്തീബാണ്. ഞാൻ ഖുതുബ പറഞ്ഞ് എന്റെ മുമ്പിൽ ഒരു ജനതയുണ്ട്. ആ ജനതയെ പിഴച്ചിരിക്കുന്നു, തെറ്റിലാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗത്തിന് പോകുകയെന്നറിയാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആദർശമൊക്കെ മാറി വേറൊരുത്തി പോയി കുത്തിരിക്കുക. എന്നിട്ട് ഞാൻ വലിയ വയല് പറയാം, അത്ര നീട്ടത്തിൽ നാവിട്ടിട്ട്. ശരിക്കും എന്റെ ബാധ്യത അതിന്റെ ഇസ്ലാം എന്താ, അതിന്റെ മനഹജു സലഫ് എന്താ? ഞാൻ എന്താ വേണ്ടത്? ഞാൻ വന്ന് ആ വെള്ളിയാഴ്ച മിമ്പറിൽ കയറണം. ഞാൻ സത്യസന്ധനും പടച്ചോര പേടിയുള്ളവരാണ്. എന്നിട്ട് ഞാൻ പറയണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ 4 വർഷമായി നിങ്ങളുടെ ഖത്തീബായി. ഇപ്പൊ എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ ആദർശത്തോടും ചില വിയോജിപ്പില്ല. എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ നരകത്തിലേക്ക് നടന്നെടുക്കുന്നത്, നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. നിങ്ങളിൽ ഇന്നെന്ന കാര്യത്തിൽ ശിർക്കും കുഫറും ദുർവ്യാഖ്യാനം ഒക്കെ കാണുന്നുണ്ട്. അത് ഇന്നെന്ന വിഷയങ്ങളാണ്. സത്യസന്ധമായും ആത്മാർത്ഥമായും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഖത്തീബ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിത് രക്ഷപ്പെടണം. നിങ്ങളെ തിരുത്താൻ തയ്യാറില്ല, നിങ്ങളോടൊപ്പം എനിക്ക് അഭിപ്രായ വിയോജിപ്പുണ്ട്. ഞാനിതാ നല്ല നിലയിൽ നിങ്ങളോട് യാത്ര പറഞ്ഞ് പിരിയുകയാണ്. ഇതല്ലേ മാന്യനായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്? മാന്യനായ പണ്ഡിതൻ പോട്ടെ, ഒരു മാന്യനായ മനുഷ്യൻ ചെയ്യേണ്ടതല്ലേ? എവിടെയാണ് നമ്മുടെ സത്യസന്ധതകൾ നഷ്ടപ്പെട്ടു പോയത്? എവിടെ? ഞാനൊക്കെ പഠിച്ചിട്ടുള്ള അതാണ്. എനിക്ക് നിങ്ങളോട് അന്തസ്സായിട്ട് പറയുകയെ, നിങ്ങളെല്ലാവരും ഇല്ല സ്റ്റേജ് വളഞ്ഞ് AK-47 വെച്ച് പിടിയച്ചാൽ അതല്ലേ ആദർശം? ഒരാദർശമാണെങ്കിൽ ആ ആദർശം തെറ്റാണെങ്കിൽ അത് അറിയിക്കണ്ടേ? ബാധ്യതയല്ലേ? അത് അല്ലാഹു പഠിപ്പിച്ചതല്ലേ? കാലും അഅദിറത്തനിലാറബിക്കും വലഅല്ലക്കും യത്തഖൂനല്ലേ ഖുർആൻ 7:163-164 പറഞ്ഞു. മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം, മീൻ പിടിക്കരുത്, ആ വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അവർക്കിടയിലുണ്ടായി. അവരാരാ? ഈ തിന്മ ചെയ്യുന്നവർക്ക് അവരൊന്നും മിണ്ടിയില്ല. കച്ചറുണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട, അവരങ്ങനെയാണ്. വേറൊരു വിഭാഗം അവരെടുത്ത് ചെന്നു, നിങ്ങൾ അല്ലാഹ് ഹറാമാക്കിയ കാര്യം ചെയ്യുന്നത് ചെയ്യരുത്, പാപമാണ്. അല്ലാഹു അവരെ നമുക്ക് ഉദാഹരണമാക്കി. ഞാൻ നിങ്ങളോട്, ഈ സ്റ്റേജിലുള്ളവരോട് എനിക്ക് വിയോജിപ്പ് ആദർശപരമായി എന്റെ മനസ്സിലതില്ല. ഞാൻ കപടനായിട്ട് ഈ സ്റ്റേജിൽ കയറി. അതിനല്ലേ കാപട്യം എന്ന് പറയുന്നത്? അതിനല്ലേ കാപട്യം എന്ന് പറയുന്നത്? മതവും മതസമൂഹത്തെ ആർക്കും വിശ്വാസമല്ലാണ്ടായി. അത് ഉണ്ടാക്കരുത് ഇനി മുതൽ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, വേദന തോന്നുകയാണ് പല കാര്യങ്ങളും. ഒരാൾക്ക് ഇന്നലെ വരെ ഒരു ആദർശം ശരിയെന്ന് തോന്നിയിട്ട് നാളെ തെറ്റാന്ന് തോന്നുന്നു, അതിന് കുഴപ്പമില്ല. ഞാൻ അതിനെയല്ല കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായ ഒന്നുണ്ടെന്ന് തോന്നി എനിക്ക് സ്വീകരിക്കാം. പക്ഷെ എന്റെ കയ്യിൽ അതിന് പ്രൂഫ് വേണം. നിങ്ങൾ എനിക്ക് പറഞ്ഞു ധരിപ്പിക്കാൻ കഴിയണം. ഞാൻ സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും പരലോകത്ത് രക്ഷപ്പെടുന്ന ആദർശം ഇതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഉദാഹരണം പറയാം, വളരെ ലളിതമാണ്. എല്ലാരും ഒന്നിച്ച് ടിപ്പു സുൽത്താൻ കപ്പലിൽ ലക്ഷദ്വീപിലേക്ക് പോകാന്ന് വിചാരിച്ചോ? ടിപ്പു സുൽത്താൻ കപ്പലിൽ ലക്ഷദ്വീപിലേക്ക് പോകാന്ന് വിചാരിച്ചോ? അതിൽ ഒരാള് മനസ്സിലാക്കുകയാണ്, കപ്പല് മുങ്ങും ഉറപ്പാണ്, ഇനി രക്ഷപ്പെടൂല. അയാൾ ആരോടും പറയാണ്ട് ചാടി അപ്പുറത്തെ ബോട്ട് കയറി പോയാൽ അയാളെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സത്യത്തിൽ അയാൾ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? ഈ കപ്പല് മുങ്ങാൻ പോവാണ്, പരമാവധി രക്ഷപ്പെടാൻ പറ്റുന്നവർ രക്ഷപ്പെട്ടോളൂ എന്ന് പറയണ്ടേ? അതുപോലല്ലേ ഒരു ഖത്തീബ് പള്ളിയിലെ ഒരു നേതാവ്? അതുപോലല്ലേ ഇന്നെന്ന ആദർശ പ്രശ്നങ്ങളുണ്ട്, ഇന്നെന്ന പ്രോബ്ലം ഉണ്ട്, ഇത് മുങ്ങാൻ പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെടണം, ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ അറിയിക്കേണ്ട ബാധ്യത ഖത്തീബ് എന്ന നിലക്കുണ്ട്. അതല്ലേ സത്യസന്ധനായ ഒരു പ്രബോധകന്റെ മുഖമുദ്ര? അല്ലേ? നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തും. അപ്പൊ പടച്ചോനെ പേടിയില്ലാത്ത, സത്യസന്ധരല്ലാത്ത പ്രബോധകന്മാർ പോലും വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഞാനും ജീവിക്കുന്നത്. ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് പറയാം, കപടനാകരുത്, കപടവിശ്വാസിയാണ്. ഒരു മുസ്ലിമിൽ നിന്ന് ലോകത്തിന് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ, അതാണ് ഞാൻ ധർമ്മം സുരക്ഷയാകുന്നു എന്ന് പറയും. നമ്മുടെ കാരണം ഒരു അമുസ്ലിമിന് പ്രയാസമുണ്ടായി, നമ്മുടെ കാരണം ഒരു കച്ചവടക്കാരന് പ്രയാസമുണ്ടായി. ഒരു വഴി പോലും നമ്മൾ ബ്ലോക്കാക്കാത്ത എന്താ? മതത്തിന്റെ നന്മയല്ലേ? ഇങ്ങനൊരു ദർശനം ഇവിടെ ഉണ്ടായിരിക്കെ നമ്മുടെ ഒരു അവസ്ഥാവിശേഷം എന്താണ്? അയൽവാസിയുമായി ഇസ്ലാം പഠിപ്പിച്ച ബന്ധങ്ങൾ ഓർക്കുമ്പോ അത്തരം ബന്ധങ്ങളുണ്ടോ നമുക്ക്? അത്തരം ബന്ധങ്ങളുണ്ടോ നമുക്ക്?
മനുഷ്യരുമായി ഇസ്ലാം പഠിപ്പിച്ച ആ നിലക്കുള്ള മാനവിക ബന്ധങ്ങളുണ്ടോ? തൊഴിലാളിയുടെ ശരീരത്തിൽ നിന്ന് വേർപോറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നമ്മൾ എത്ര പേര് ചെയ്യുന്നു അത്? ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടി കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നമ്മുടെ കയ്യിൽ ജോലി ചെയ്യുന്ന മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ നമ്മൾ ആ ഒരു തത്വത്തെ നമ്മൾ അംഗീകരിച്ചു. സ്ഥിരമായി നമ്മുടെ കയ്യിൽ ജോലി ചെയ്യുന്ന 5 ആളുണ്ട് വിചാരിക്കുക, അവരെ നാം ധരിക്കുന്ന പോലുള്ള വസ്ത്രം ധരിപ്പിക്കണം എന്ന് പറഞ്ഞു പ്രവാചകൻ. എത്ര ഉജ്ജ്വലമാണ്! നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ അവരെ ഇരുത്തണം എന്ന് പറഞ്ഞു. ഒരു ഉരുള ഭക്ഷണം നിങ്ങൾ അവരുടെ വായിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു! ഭാരിച്ച ജോലി അവരെ ഏൽപ്പിച്ചാൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത്ര സുന്ദരമായ ഒരു തൊഴിലാളി മുതലാളി ബന്ധം ലോകത്ത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് ഉണ്ടായിട്ടുണ്ടോ? എത്ര ഉജ്ജ്വലമാണ്! ഞാൻ ഇസ്ലാമിന്റെ പൊതുനന്മ പറയണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. ഈ തത്വം നമ്മൾ കേട്ടിട്ടുണ്ട്. അയൽവാസികളെ കുറിച്ചൊരു വേദന നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഫ്രണ്ടിലോട്ട് 40, മുന്നിലും പിന്നിലും വലതും ഇടതും 120 വീടുകൾ നമ്മുടെ അയൽവാസികളാണ്. അയൽവാസികളുടെ പരിധിയിൽ വരുന്നത് അവരെ കുറിച്ചൊക്കെ ഉള്ളൊരു ബോധം നമുക്കുണ്ടായിട്ടുണ്ട്. ആട്ടിറച്ചി ഉണ്ടാക്കിയാൽ അയൽവാസികൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കഴിയില്ല. അവർക്ക് ഈ ഒരു തത്വം കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ?